എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ, റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ചെന്നൈയിലുള്ള ഫോക്സ്കോണിൻ്റെ ഐഫോൺ ഫാക്ടറി ഉണ്ടല്ലോ, അവിടുന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ 600 ടണ്ണോളം വരുന്ന ഐഫോൺ, അതായത് ഏകദേശം 15 ലക്ഷത്തോളം ഐഫോൺ വരും. നമ്മൾ ആ ഒരു വെയിറ്റ് വെച്ച് കണക്ക് കൂട്ടുവാണെങ്കിൽ ഈ 600 ടൺ വരുന്ന ഐഫോൺ പെട്ടെന്ന് തന്നെ ഒരു ചാർട്ടഡ് ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് അമേരിക്കയിലേക്ക് അയക്കുകയാണ്. അത് എത്രത്തോളം അടിയന്തരമായിരുന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് 30 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ഇവർ കസ്റ്റംസിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. സാധാരണ കസ്റ്റംസ് ക്ലിയറൻസിന് എടുക്കുന്ന സമയമുണ്ടല്ലോ, 30 മണിക്കൂറുണ്ടല്ലോ, അതൊന്ന് കുറച്ച് വെറും 6 മണിക്കൂറാക്കി തന്നെ. ഇതിനെ ഗ്രീൻ കോറിഡോർ അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റംസും ഇന്ത്യൻ ഗവൺമെന്റും ഉൾപ്പെട്ടിട്ട് ഇത് കുറച്ച് കൊടുക്കുകയാണ്. 6 മണിക്കൂറിൽ തന്നെ അത് കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്തിട്ട് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പറക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവ വികാസം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, അമേരിക്കയിലെ നഗരങ്ങളിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ആൾക്കാർ ഇരച്ചെത്തുകയാണ്. സാധാരണ കാണുന്ന പോലെയല്ല, ഒരുപാട് പേര് വന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്ത കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, കടകളിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് നാളത്തേക്കുള്ള സാധനങ്ങൾ, അരി, മറ്റ് പലവ്യഞ്ജനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കത്തില്ലേ, അതുപോലെയായിരുന്നു ആൾക്കാർ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ കാരണം, ഈ രണ്ട് സംഭവങ്ങളുടെയും കാരണം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ഒന്ന് അമേരിക്ക നടന്നത്, ഒന്ന് ഇന്ത്യ നടന്നതല്ലേ. ഇതിൻ്റെ കാരണം ഒന്ന് തന്നെയാണ്, മറ്റൊന്നുമല്ല, ട്രംപിൻ്റെ പുതിയ താരിഫ് നയങ്ങളാണ്. ആ ഒരു താരിഫ് നയങ്ങളെ പറ്റിയിട്ടും ട്രംപിൻ്റെ പെട്ടെന്നുള്ള ഒരു മലക്കം മറിച്ചിലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് വാറിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സംസാരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് എന്താണ്, ഇന്ത്യക്ക് ഇതെങ്ങനെയാണ് നേട്ടമാകാൻ പോകുന്നത്. ഇന്ത്യ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്. ഈ ഒരു അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങിയത്. ഐഫോണിൻ്റെ വിലയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഐഫോണിന് കുറച്ച് വില കൂടുതലാണ്, ടാക്സ് ഒക്കെ കാരണമല്ല. അതുകൊണ്ട് തന്നെ UAE ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ വരുന്നവരോട് നമ്മൾ പറയും, ദുബായിൽ നിന്ന് ഐഫോൺ മേടിച്ചുകൊണ്ട് പോകാൻ ഞാൻ പൈസ തരാം, നമുക്ക് ലാഭമാണ്. ഒരു 20,000 അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ കുറവാണ് അവിടെ ദുബായിൽ ഉള്ള പ്രൈസ് എന്നൊക്കെ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൊണ്ട് മേടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിനു മുമ്പ് ഈ ഐഫോൺ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ചൈനയാണ് ഏറ്റവും വലിയ ഗ്ലോബൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഐഫോൺ എന്നുള്ളത്. ഇനി ഇന്ത്യയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. ലോകമെമ്പാട് സപ്ലൈ ചെയ്യുന്ന 10 മുതൽ 15% വരെ ഐഫോൺ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. ഫോക്സ്കോൺ, പെഗാട്രോൺ, ടാറ്റ എന്നീ 3 കമ്പനികളാണ് ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിലുള്ള ഫോക്സ്കോണിന്റെ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഐഫോണാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഗ്ലോബൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളത് ചൈനയാണെന്നറിയാലോ അല്ലേ. അപ്പോൾ ഞാൻ ഈ വിലയുടെ കാര്യം പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിൽ വില കൂടുതലാണ്, അമേരിക്കയിൽ വില കുറവാണ് ഐഫോൺ എന്നുള്ളത്. ശരിയാണ്, ഇത്രയും കാലം അങ്ങനെയായിരുന്നു. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ, അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺ വരുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണല്ലേ. അപ്പോൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഐഫോൺ ഇത്രയും കാലം വിറ്റുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 1 ലക്ഷം രൂപയ്ക്കാന്ന് വെച്ചോ. അത് നമ്മൾ ഇന്ത്യയിൽ മേടിക്കുവാണെങ്കിൽ 1,30,000 ആവും അല്ലേ. ഓക്കെ, അങ്ങനെയായിരുന്നു. അതായത് അമേരിക്കയിൽ 30,000 രൂപ കുറവായിരുന്നു ഇത്രയും കാലമല്ലേ. പക്ഷേ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടുള്ള ഐഫോൺ ഉണ്ടല്ലോ, അവിടെ വിൽക്കാൻ പോകുന്നത് 1 ലക്ഷം രൂപ അവിടെ നിലവിൽ വരുന്ന ഐഫോൺ ഇനി അതിൻ്റെ പ്രൈസ് എത്രയായി മാറുമെന്നറിയാവോ? 125% കൂടും. അതായത് 2,25,000 രൂപയായി മാറാൻ പോവുകയാണ്. അപ്പോൾ അതൊരിക്കലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഉടനടി തന്നെ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച ഐഫോൺ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ 600 ടണ്ണോളം വരുന്ന ഐഫോൺ അവരങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്ന ഏറ്റവും വലിയ ആശങ്ക എന്തെന്നാൽ, നമ്മുടെ നാട്ടിൽ IT സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. കാരണം IT സ്റ്റോക്കൊക്കെ നല്ല രീതിയിൽ ഇടിയുകയാണ്. ഇവിടെ റിസഷൻ ഉണ്ടാകുമോ എന്ന് പോലുമുള്ള ചർച്ചകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ട്രംപിൻ്റെ ഈ പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി 1000 പോയിന്റ് ഡൗൺ ആയി, സെൻസെക്സ് 2,500 പോയിന്റ് ഡൗൺ ആയി. ഭൂരിഭാഗം സ്റ്റോക്കുകളും നെഗറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റും മൊത്തത്തിൽ ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ നിക്ഷേപകർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഇപ്പോൾ കൊറോണ കാലത്തും മാർക്കറ്റ് നല്ലതുപോലെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ 2-3 വർഷത്തിനുള്ളിൽ അത് തിരിച്ചു കയറുകയാണ്, മുകളിലോട്ട് ഉയർന്നു പോവുകയാണ്. അപ്പോൾ ഈ അവസരങ്ങളിൽ നമ്മൾ മാറി നിൽക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പലർക്കുമുള്ള ആശങ്കകൾ എന്തെന്നാൽ, നിക്ഷേപിച്ച തുകയ്ക്ക് 100% ഗ്യാരണ്ടി ലഭിക്കുമോ, നല്ല റിട്ടേൺ കിട്ടുമോ, ഇനി റിട്ടേൺ കിട്ടിയാലും അതിന് നല്ല ടാക്സ് കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്കായി കാനറ HSBC ലൈഫ് നല്ലൊരു അവസരവുമായി എത്തിയിട്ടുണ്ട്. അവരുടെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഏപ്രിൽ 20-ാം തീയതി വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത്. അതായത് വെറും 10 ദിവസം കൂടി മാത്രം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ NAV വാല്യൂ 10 രൂപയാണ്. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ 50യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് 31.7%, 21.2%. അതായത് വർഷം 2015 നിങ്ങൾ ഇതിന്റെ അകത്ത് 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 2025 അത് 68 ലക്ഷം രൂപയായേനെ. പിന്നെ ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാനുള്ള ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച തുകയ്ക്ക് 100% ഗ്യാരണ്ടി
ലഭിക്കും. ഇനി NRI ആയിട്ടുള്ളവർക്ക് മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ മന്ത്ലി പ്രീമിയം തുകയുടെ 120 മടങ്ങ് വരെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലൈഫ് കവർ ആയിട്ട് ലഭിക്കും. മാത്രമല്ല 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭത്തിന് യാതൊരുവിധ ടാക്സും കൊടുക്കേണ്ടതില്ല. എന്തായാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ഉത്ഭവിച്ച അമേരിക്കൻ കമ്പനീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ടെസ്ല അല്ലെങ്കിൽ ആപ്പിള്, നമ്മുടെ ഈ ഐഫോൺ, ആപ്പിളിൻ്റെ ആണല്ലോ ഐഫോൺ അല്ലേ, ഇവരൊക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ സ്വന്തം രാജ്യത്ത് വലിയ ഫാക്ടറികൾ സ്ഥാപിക്കാതെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ്. ഉദാഹരണം ടെസ്ലയ്ക്ക് ഒരു ഗിഗാ ഫാക്ടറി ചൈനയിലാണുള്ളത്. ഐഫോണിൻ്റെ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്നത് ചൈനയിലാണ്. ഇതൊക്കെ ആക്ച്വലി അമേരിക്കൻ കമ്പനീസ് ആണല്ലേ. അങ്ങനെ ഒരുപാട് അമേരിക്കൻ കമ്പനീസ് ഫാക്ടറി വെച്ചിരിക്കുന്നത് ചൈനയിലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഈ അമേരിക്കൻ കമ്പനീസിൻ്റെ ചൈന നിർമ്മിത പ്രൊഡക്റ്റുകൾ തിരിച്ച് അമേരിക്കയിലേക്ക് വന്നിട്ട് ഇവർ അവിടെ തന്നെ വിൽക്കുകയാണ്. ഇത് കാരണം നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു ഫാക്ടറികൾ നമ്മുടെ നാട്ടിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടും, എത്രത്തോളം സാമ്പത്തിക നേട്ടമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഈ ഒരു പോയിന്റ് സത്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ വളരണം, എന്നാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ വികസനമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നയങ്ങളായിട്ട് മാറണം. പക്ഷേ ട്രംപ് ഇതിനു വേണ്ടി ചെയ്ത കാര്യം എന്തെന്നാൽ, അതായത് ഈ ചൈനയിലേക്ക് വലിയ കമ്പനീസൊക്കെ പോവുകയാണല്ലോ, ഈ അമേരിക്കൻ കമ്പനീസിൻ്റെ ചൈനീസ് നിർമ്മിത പ്രൊഡക്റ്റ് വീണ്ടും ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്ന് വിൽക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കൊരു നേട്ടമില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിർത്തണം. ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് എന്നുള്ളൊരു മണ്ടൻ വാദമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് ഈ ചൈനയിൽ നിന്ന് വരുന്ന, ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഏതൊരു വസ്തുവാകട്ടെ അതിൻ്റെ മേൽ ചുമത്തിയ നികുതി എന്നുള്ളത്, ആദ്യം ചുമത്തിയ നികുതി എന്നുള്ളത് 104%. അങ്ങനെ ചൈനയും തിരിച്ച് 84% നികുതി ചുമത്തുകയാണ്. ട്രംപ് ഉടനെ ചെയ്ത കാര്യം എന്തെന്നാൽ ഈ 104 എന്നുള്ളത് 125%ലേക്ക് കൂട്ടുകയാണ്. അതായത് നമ്മൾ ഒരു 1 ലക്ഷം രൂപയ്ക്ക് അവിടെ മേടിച്ചുകൊണ്ടിരുന്ന ഐഫോണിൻ്റെ വില എന്നുള്ളത് 2,25,000 ആകും. അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് അവിടെ മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ വില എന്നുള്ളത് 2,250 രൂപയാവും. അപ്പോൾ ഞാൻ പറയുന്നത് രൂപ കണക്കിലാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഈ വർധനവ് ഏത് നാണ്യത്തിലാണ് ഉണ്ടാകുന്നത് നോക്കുവാണെങ്കിൽ ഡോളറിലാണ് ഈ വർധനവ് ഉണ്ടാകുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ട്രംപിൻ്റെ ഇത് ഒരു തുക്ലക് പരിഷ്കാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതായത് പുള്ളി ഉദ്ദേശിച്ച കാര്യം നല്ലതാണ്, പക്ഷെ അതിനുവേണ്ടി ചെയ്ത കാര്യം എന്നുള്ളത്, പ്രതിവിധിയായിട്ട് ചെയ്ത കാര്യം എന്നുള്ളത് പൂർണ്ണമായിട്ടും മണ്ടത്തരമാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഈ ഫിനാൻസിലൊക്കെ നൊബേൽ പ്രൈസൊക്കെ നേടിയിട്ടുള്ള വ്യക്തികൾ പോലും ട്രംപിൻ്റെ ഈ നയത്തെ പിന്തുണച്ചിട്ടില്ല. ഇതൊരു മണ്ട നയമാണെന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഒരു പടി കൂടെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ ചൈനയായിട്ട് മാത്രമാണ് യുദ്ധമുള്ളത്. ചൈന എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കുന്ന രാജ്യമാണെന്ന് അറിയാലോ അല്ലേ. നിങ്ങൾ ടാക്സ് ഇട്ടോ, ഞങ്ങളും ടാക്സ് ഇടും, നിങ്ങൾ യുദ്ധം ചെയ്തോ, ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നും പറഞ്ഞിട്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത രാജ്യമാണ്. പക്ഷേ ഈ ട്രംപുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ലോഹ്യത്തിൽ പോകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളൊന്നും വേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സന്തോഷപരമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവരെ പറ്റി പറഞ്ഞ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നേതാക്കളെ പറ്റി പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ദേ ആർ ട്രൈങ് ടു കിസ് മൈ ആസ് ഫോർ ഡീൽസ് എന്നാണ്. അതായത് അത്രയും ഒരു മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ് പുള്ളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുകയാണ് ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാല് പിടിക്കുകയാണെന്നുള്ള രീതിയിൽ, അത്രയും മ്ലേച്ഛമായ രീതിയിലായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ പുള്ളി കറക്റ്റ് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. ലോകരാജ്യങ്ങളിലെ ശക്തരായിട്ടുള്ള നേതാക്കളെ പോലുമാണ് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പുള്ളി അത്രത്തോളം അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ട്രംപിൻ്റെ ലോജിക്കിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ, അതായത് മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനീസിനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഒരു മണ്ട നയങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഭൂരിഭാഗം പ്രൊഡക്റ്റുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഫോണാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരുപാട് റൈസ് വേണമല്ലോ, ഒരുപാട് ഇന്ത്യക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ട്, റൈസ് വേണം. ഇത് പ്രധാനമായിട്ടും വരുന്നത് തായ്ലാൻഡ്, ഇന്ത്യയിൽ നിന്നാണ്. ഇനി മറ്റ് മിനറൽസ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലവണങ്ങൾ വേണമല്ലോ, അത് വരുന്നത് ചൈനയിൽ നിന്നാണ്. അങ്ങനെ നല്ലൊരു ശതമാനം സാധനങ്ങളും അമേരിക്കയിലേക്ക് എത്തുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അമേരിക്കയ്ക്ക് പ്രൊഡക്ഷൻ, അതായത് മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു മറ്റ് രാജ്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് പല കാര്യത്തിൻ്റെയും കുറവാണ്. അപ്പോൾ അതിനേക്കാളും കുറവാണ് അമേരിക്കയിൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ എത്രത്തോളമാണ് കയറ്റുമതി ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സീ ഫുഡ് ഉണ്ടല്ലോ, കടൽ വിഭവങ്ങൾ, മീൻ, ഞണ്ട്, കക്ക തുടങ്ങിയവയൊക്കെ ഇതുപോലും പ്രധാനമായിട്ട് അമേരിക്കയിലേക്ക് എത്തുന്നത് മലേഷ്യ, സിംഗപ്പൂർ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്
ട്രംപ് ഇപ്പോൾ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധി കറക്റ്റാണ്. ആ ഒരു ആംഗിള് മറ്റ് വ്യവസായങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കണം എന്ന് പറയുന്നൊരു കാര്യം ഏത് രാജ്യവും അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനവും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ അതിനുവേണ്ടി ചെയ്ത കാര്യമാകട്ടെ അമേരിക്കക്കാരെ ഒന്നടങ്കം കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു കൊലച്ചതിയായി പോയെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തെന്നാൽ, ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടിന്മേൽ 100%, ഇവിടെ 125, അത്രയുമൊക്കെ ചുമത്തുക എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ആ രാജ്യത്തിൻ്റെ വസ്തുക്കളെ ഉപരോധിക്കുന്നതിന് തുല്യമാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ബാൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ മറിച്ച് ഇത്ര ശതമാനം തന്നാൽ മാത്രമേ അത് ഇവിടെ വിൽക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതാരും ചെയ്യത്തില്ല, കാരണം ആ രാജ്യത്തിലെ കമ്പനീസിനെ സംബന്ധിച്ച് വലിയ നഷ്ടം മാത്രമേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപരോധിച്ചത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, ട്രംപ് ചൈനയ്ക്ക് മാത്രമല്ല ഈ ഒരു ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ത്യക്കും ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 10% നമ്മളിപ്പോൾ കൊടുക്കേണ്ട ടാക്സ്, എന്നാൽ അത് 26% കൂട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരുപാട് രാജ്യങ്ങൾക്കും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പുതിയൊരു നയം എന്തെന്നാൽ, അല്ലെങ്കിൽ പുതിയൊരു പ്രഖ്യാപനം എന്തെന്നാൽ, 90 ദിവസത്തേക്ക് ഇതൊന്ന് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈ മറ്റ് രാജ്യങ്ങൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ചത്, ചൈനയ്ക്ക് മാത്രം മാറ്റമില്ല കേട്ടോ. ചൈനയ്ക്ക് 104 എന്നുള്ളത് 125 ആക്കി. പക്ഷേ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ ടാക്സുകളും പഴയ പോലെ തന്നെയായിരിക്കും തുടരുന്നത് എന്നൊരു പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ താരിഫ് നയങ്ങൾ വരുമ്പോഴേക്കും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് അടക്കം ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 90 ദിവസത്തെ ഒരു റദ്ദ് പ്രഖ്യാപിച്ചപ്പോഴേക്കും വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കയറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ട്രംപ് പറഞ്ഞ ലോജിക്കിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ, ഐഫോണിൻ്റെ നിർമ്മാണ യൂണിറ്റ് അമേരിക്കയിലേക്ക് തിരികെ വരികയാണ്. അവർ ചൈനയിൽ നിന്ന് അത് നിർത്തിയിട്ട് അമേരിക്കയിലേക്ക് വരികയാണ്. ഇവിടെ ട്രംപ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ചൈനയിലേക്ക് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തത് ചീപ്പ് ആൻഡ് സ്കിൽഫുൾ ലേബറാണ്. അതായത് മറ്റ് കമ്പനികളിൽ ചൈനയിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഏത് കമ്പനിയിലാണെങ്കിലും അവിടെ തൊഴിലാളികൾ വേണമല്ലേ. ഈ തൊഴിലാളികൾ ഇപ്പോൾ ഐഫോൺ നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ നിർമ്മാണ യൂണിറ്റൊക്കെ ആകുമ്പോൾ അവർ അത്രത്തോളം സ്കിൽഡ് ആയിരിക്കണം, അവർ അത്രത്തോളം അറിവ് വേണം. ഇതിലല്ലേ ഇത് ചൈനയിൽ ഈ രണ്ട് കാര്യങ്ങളും ഒത്തിണങ്ങുന്ന തൊഴിലാളികൾ ലഭ്യമാണ്. ചീപ്പാണ്, അവർക്ക് ചെറിയ വേതനം കൊടുത്താലും മതി, എന്നാൽ അവർ അത്രത്തോളം കഴിവുള്ളവരുമാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഏറ്റവും കാര്യം എന്താണ്, ചൈനയിൽ അത്രത്തോളം വലിയ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണ്, അത്രത്തോളം വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ചൈനയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വലിയൊരു ഫാക്ടറി സെറ്റ് ചെയ്യണോ, ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം അവിടെയുണ്ട്, സെറ്റ് ചെയ്തോ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. അതുപോലെ തന്നെ ഏത് വസ്തുവും നിർമ്മിക്കണമെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ വേണമല്ലോ, ഇതും ചൈനയിൽ മറ്റ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലും അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അത് അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് അതിന് കൂടുതൽ ടാക്സ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൈനയിൽ അവൈലബിൾ ആണ്. അത് തൊഴിലാളികളാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അവിടെ ഈ ഒരു എന്ത് നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കളുണ്ടല്ലോ, നിർമ്മാണ വസ്തുക്കളുണ്ടല്ലോ, ഇതുമെല്ലാം ചൈനയിൽ ആവശ്യമാണ്. ഒരു നട്ട് ബോൾട്ട് മുതൽ സിലിക്കൺ ചിപ്പുകൾ വരെ ചൈനയിൽ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഈ കമ്പനികളെ സംബന്ധിച്ച് വേണ്ടത്? അതുകൊണ്ട് തന്നെ കമ്പനികൾ ഹാപ്പിയാണ്, അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു, അവർ നല്ല അടിപൊളിയായിട്ട് മുന്നേറി പോകുന്നു. ഇപ്പോൾ ടെസ്ല ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഒക്കെ തന്നെ ചൈനയിൽ നിർമ്മിച്ചാണ് ഈ ലോകമെമ്പാടും വിൽക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐഫോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ പ്രധാനമായിട്ട് നിർമ്മിക്കുന്ന ഐഫോണുകളിൽ വരുന്ന ചിപ്പുകൾ എവിടെ നിന്നാണ് നോക്കുവാണെങ്കിൽ മെയ്ഡ് ഇൻ ചൈന എന്ന് കാണാം. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ മെയ്ഡ് ഇൻ ചൈന അല്ലെങ്കിൽ തായ്വാൻ എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ പ്രധാനമായിട്ടും ഒരു അസംബ്ലി യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പൂർണ്ണ 100% നിർമ്മാണ യൂണിറ്റിനപ്പുറത്തേക്ക് എന്തായാലും ഇതാണ് ചൈനയിലേക്ക് പ്രധാനമായിട്ടും കമ്പനികൾ പോകാനുള്ള കാരണം. ഇനി ട്രംപ് പറഞ്ഞ പോലെ ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം തന്നെ പാളി, അതായത് തൊഴിലാളികളെ ഇത്ര തുച്ഛമായ വേതനത്തിന് കിട്ടൂല. അമേരിക്കയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്തൊരു തർക്കവുമില്ല. മാത്രമല്ല ചൈനയെ പോലെ സ്കിൽഫുള്ളായിട്ടുള്ള, അതായത് അത്രത്തോളം കഴിവുറ്റ തൊഴിലാളികളായിരിക്കില്ല ഇവർ. കൃത്യമായിട്ട് മറ്റേ ഒരു ചിട്ടാവട്ടത്തിൽ വർക്ക് ചെയ്യുന്ന, ഒരു ആത്മാർത്ഥതയില്ലാതെ കോർപ്പറേറ്റ് രീതിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായിരിക്കും. അപ്പോൾ അതല്ല കമ്പനികളെ സംബന്ധിച്ച് വേണ്ടത്. കമ്പനികളെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്? ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽഫുൾ ലേബർ, അതും ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ അവർക്ക് കൂടുതൽ പൈസ കൊടുത്തുകൂടെ എന്നല്ലേ? നിങ്ങളൊരു വലിയ കമ്പനിയുടെ ഉടമസ്ഥനായി മാറുമെങ്കിൽ നിങ്ങളും എന്താ ചിന്തിക്കുന്നത്? അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഈസ് ബിസിനസ്. അപ്പോൾ നമ്മൾ 1 രൂപ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്ര രൂപ കുറഞ്ഞു കിട്ടിയാൽ നമുക്ക് ആ 1 രൂപ ലാഭമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പക്ഷേ ഈ ഒരു കാര്യമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്, അവിടെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അവർക്ക് കൂടുതൽ പൈസയും കൊടുത്ത് അവരുടെ ഈ ഒരു കോർപ്പറേറ്റ് ആക്ടിവിസവും അതും ഇതൊക്കെ വെച്ചിട്ട് സഹിച്ച് ഒരു കമ്പനികൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഈ കമ്പനികൾ, ഉദാഹരണം അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഒരു ഐഫോണിന്
ഇപ്പോൾ ഒരുപാട് ചിലവാണ് വന്നത് ആ ഒരു ഐഫോൺ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കുക കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കാരണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് വില കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ തന്നെ നിർമ്മിച്ച ഐഫോണിന് അമേരിക്കയിൽ തന്നെ വിൽക്കുമ്പോൾ കൂടുതൽ വില വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ അത് മേടിക്കുമോ? അമേരിക്കയിലുള്ള ജനങ്ങൾ ഇല്ല. അവിടെയും ഈ കമ്പനികൾ അൾട്ടിമേറ്റ്ലി പരാജയത്തിലേക്കായിരിക്കും പോകുന്നത്. ആൾക്കാർ മറ്റ് കമ്പനികളിലേക്ക് തിരിയും, സാംസങ് കമ്പനികളിലേക്കൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയിലേക്ക് ഈ കമ്പനി കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ആ കമ്പനികൾ ലാഭം നേടുക എന്ന് പറയുന്നതും അത്രത്തോളം നടക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത്രത്തോളം എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ബിസിനസ്സൊക്കെ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. മാത്രമല്ല മൊത്തത്തിൽ അമേരിക്കയിലെ സാധനങ്ങൾക്ക് വില കൂടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് വരുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളും ഇമ്പോർട്ടഡ് ആണ്, അങ്ങോട്ട് കയറ്റുമതി ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കാം. ഇന്ത്യയിലെ നിർമ്മാണ യൂണിറ്റുകളൊക്കെ അത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ തന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുള്ള എന്തോരം പ്രോഡക്റ്റ് കാണും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നെയിൽ കട്ടർ ആകട്ടെ, അത് മിക്കവാറും കൊറിയയിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ നെയിൽ കട്ടർ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴേക്കും മെയ്ഡ് ഇൻ കൊറിയ എന്നാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡെക്കാത്ലോണിൽ നമ്മൾ സാധനം മേടിക്കൂലേ, വസ്ത്രങ്ങൾ ഷർട്ടൊക്കെ മേടിക്കൂലേ, ഇത് പ്രധാനമായിട്ടും വരുന്നത് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന ഒരു സാധനം വീട്ടിലെടുത്ത് ആരും തന്നെ ഉണ്ടാകത്തില്ലല്ലോ അല്ലേ. ചിലപ്പോൾ നമ്മളൊരു ഇപ്പോൾ ക്യാമറ നോക്കുമ്പോഴേക്കും പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ അകത്തൊന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ചിപ്പിൻ്റെ പുറത്ത് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് തന്നെയാണ് അമേരിക്കയിലെ അവസ്ഥ. ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടാൻ പോകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾക്ക് വരുന്ന ശമ്പളം കൂടുന്നില്ല, പക്ഷേ വസ്തുക്കളുടെ വില കൂടുന്നു. അതായത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് 500 രൂപയുള്ളതെന്ന് വെക്കുക, പക്ഷേ നാളെ രാത്രിയിൽ ഒന്ന് ഉറക്കം എഴുന്നേറ്റ് ഒന്ന് വെളുപ്പിനെ ആകുമ്പോഴേക്കും അതിന് 700 രൂപയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റഡ് ആണോ? ആ ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഓരോ വസ്തുക്കൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അതായത് പച്ചക്കറി മുതൽ ഇറച്ചി വരെ വില കൂടുകയാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് അത് പൊരുത്തപ്പെട്ട് പോകത്തില്ല. കാരണം പോക്കറ്റിലേക്ക് വരുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്, പക്ഷേ ചിലവ് കൂടുന്നു അല്ലേ. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കോസ്റ്റ് കട്ടിങ് ചെയ്യും. അവർ പിടിച്ച് ചിലവാക്കാൻ തുടങ്ങും. അങ്ങനെ പിടിച്ച് ചിലവാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ പിടിച്ച് ചിലവാക്കുന്ന ആൾക്കാർ ഐഫോൺ മേടിക്കുമോ? അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച വിലക്കൂടിയ ഐഫോൺ അവർ മേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി മറ്റ് കമ്പനികളും, അതായത് അങ്ങനെ മേടിക്കാതെ വരുമ്പോഴേക്കും അവിടെ പ്രവർത്തിക്കുന്ന ഐഫോൺ യൂണിറ്റ് ഉണ്ടല്ലോ, ആൾക്കാരെ പിരിച്ചുവിടേണ്ടി വരും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു എക്കോണമിയുടെ കൊളാപ്സിലേക്കാണ് ഈ ഒരൊറ്റ വിലവർദ്ധനവ് കൊണ്ട് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കും ജസ്റ്റ് ഒരു ശതമാനം കൂട്ടിയതല്ലേ. അല്ല, അവിടുത്തെ മറ്റ് ബിസിനസ്സുകൾ തകരും, മറ്റ് IT സെക്ടറുകൾ തകരും. അവിടെ കോസ്റ്റ് കൂടുന്ന കൊണ്ട് തന്നെ എല്ലാ IT സെക്ടറും ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഫയറിംഗ് ആണല്ലോ, ആൾക്കാരെ പിരിച്ചുവിടും. ഇപ്പോൾ ഡെല്ല്, ആമസോണൊക്കെ തന്നെ കഴിഞ്ഞിടയ്ക്ക് കുറേ പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? AI ഉപയോഗിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം കൂടിയാൽ ആൾക്കാരെ പിരിച്ചുവിടുന്ന പതിവ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ അമേരിക്കൻ എക്കോണമി പ്രധാനമായിട്ടും ഞാൻ ഈ IT സെക്ടറിനെ വെച്ച് പറയാം. അതായത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് IT കമ്പനികളുണ്ടല്ലോ. ഇപ്പോൾ ഇൻഫോസിസ്, TCS, ടാറ്റ എലക്സി, അല്ലെങ്കിൽ മറ്റ് ഇൻഫോ പാർക്കിലൊക്കെ ഒരുപാട് നൂറുകണക്കിന് IT കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ പ്രധാന ക്ലയൻറ്റ് എന്നുള്ളത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുള്ള കമ്പനീസാണ്. അപ്പോൾ അവരാണ് ഇവർക്ക് ഓർഡർ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനികൾ വർക്ക് ചെയ്യുന്നതല്ലേ. ഓർഡറുകൾ വരാതാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ കമ്പനീസിന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കമ്പനീസ് ആൾക്കാരെ ഫയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സിസ്റ്റം കൊളാപ്സിലേക്കാണ് ഈ ഒറ്റ തീരുമാനം കൊണ്ട് പോകാൻ പോകുന്നത്. ഈ സംഭവ വികാസങ്ങൾ കാരണം നമുക്ക്, അതായത് ഇന്ത്യക്ക് വലിയ നേട്ടമാണുള്ളത്, അതുപോലെ തന്നെ ചെറിയൊരു നെഗറ്റീവും ഉണ്ട്, ചെറിയൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ നേട്ടം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ചെന്നൈയിലുള്ള ഐഫോണിൻ്റെ ഫാക്ടറിയിൽ നിന്ന് 600 ടൺ വരുന്ന ഐഫോൺ, അതായത് 15 ലക്ഷത്തോളം വരുന്ന ഐഫോൺ പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്ത് വസ്തുക്കളും, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്ത് വസ്തുക്കളും പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ആർക്കാ നേട്ടമുള്ളൂ? നമ്മുടെ രാജ്യത്തിനാണല്ലേ. മാത്രമല്ല ഇപ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ചെന്നൈയിലുള്ള ഫോക്സ്കോണിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ, ഞായറാഴ്ച പോലും പ്രവർത്തിക്കുകയാണ്. കാരണം അത്രത്തോളം ഓർഡറാണ് വരാൻ പോകുന്നത്. അതായത് മറ്റു രാജ്യങ്ങളിൽ ഉത്ഭവിച്ച കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണശാല ചൈനയിൽ കാണും. അപ്പോൾ ആ ചൈനയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ നഷ്ടമാണ് വന്നത്. ഇപ്പോൾ ഐഫോണിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ജനതയാണല്ലേ, US സിറ്റിസൺസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഒക്കെ തന്നെ അമേരിക്കയിലാണ് വിറ്റ് പോകുന്നത്. പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. കമ്പനി അമേരിക്കയിലാണ്, പക്ഷേ ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കേടും. ഇപ്പോൾ അവരുടെ പ്രധാന ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിലാണല്ലേ. ഇന്ത്യയിലൊരു ഫാക്ടറി തുടങ്ങി അവരുടെ പ്രോഡക്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ, അതായത് ഇപ്പോൾ ഐഫോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇവർക്കുള്ള നേട്ടം വളരെ വലുതാണ്. അത് രണ്ടെണ്ണമാണ്. ഒന്ന്, ഈ കമ്പനീസൊക്കെ ഇന്ത്യയിലൊരു നിർമ്മാണശാല വെച്ചിട്ട് അവിടെ നിർമ്മിക്കുന്ന അവരുടെ പ്രോഡക്റ്റുകളുണ്ടല്ലോ, ഉദാഹരണം ചെന്നൈയിൽ നിർമ്മിക്കുന്ന ഐഫോൺ, അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% മാത്രം ടാക്സ് കൊടുത്താലും മതി. അപ്പോൾ
അവിടെ ചൈനയിൽ നിന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഇന്ത്യയിലാണ് ഈ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ ചൈനയും അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ 10% മാത്രം ടാക്സ് കൊടുത്ത് അവർക്ക് അമേരിക്കയിലേക്ക് വിൽക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ പെട്ടെന്ന് ഈ ചെന്നൈയിലുള്ള ഫോക്സ്കോൺ ഫാക്ടറിയിൽ നിന്ന് 600 ടണ്ണോളം വരുന്ന ഐഫോൺ പെട്ടെന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ പ്രശ്നം അവിടെ മറികടക്കാൻ പറ്റും. രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടം എന്നാൽ ഈ ഐഫോണിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ചൈനയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ നിർമ്മിച്ച ഐഫോൺ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അത് വിൽക്കുകയും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഡ്യൂട്ടി കാണും. ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളും ടാക്സും ഒരുപാട് കാണും. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നല്ലേ. പക്ഷേ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാണെങ്കിൽ ഈ ടാക്സും അതായത് ഡ്യൂട്ടി ടാക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. അങ്ങനെ വില കുറച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് അമേരിക്കയിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിനേക്കാളും വില കുറച്ചൊരു ഐഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾ നല്ലതുപോലെ അത് മേടിക്കും. മാത്രമല്ല ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് ലോകത്തിലെ അല്ലേ. ഇവിടെ ഐഫോൺ എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ബാക്കി ഇപ്പോൾ ഷൂസുകളായാലും പ്യൂമ, അഡിഡാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് പ്രൊഡക്റ്റുകളായാലും ഇന്ത്യയിൽ തന്നെ ഒരു നിർമ്മാണ യൂണിറ്റ് വെച്ചാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കി കിട്ടും അല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് വില കുറച്ച് ഈ ഷർട്ടോ ഷൂസോ ഫോണോ ഒക്കെ മേടിക്കാനുള്ള അവസരം വരികയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ മേടിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസ് ആണ്. ഈ 2 അഡ്വാൻറ്റേജ് ആണ് ഇവിടെ തന്നെ കമ്പനികൾ നിർമ്മാണ യൂണിറ്റ് ഇട്ടാൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനീസും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐഫോണിൻ്റെ പ്രധാനമായിട്ടും 3 കമ്പനികളാണ് ഏറ്റെടുത്ത് അതിൻ്റെ കരാറുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് ഫാക്ടറികൾ ഇപ്പോൾ ഉണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഫോക്സ്കോൺ, പെഗാട്രോൺ, ടാറ്റ ഈ 3 കമ്പനികളാണ് കരാറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന കാര്യം എന്തെന്നാൽ ഈ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും അവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകണം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ അത് അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനീസിന് ഇവിടെ വന്നൊരു നിർമ്മാണശാല സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റേ മിഥുനം സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഓരോ കാര്യത്തിനും മറ്റേ കൈക്കൂലി കൊടുക്കുക, തടസ്സം നിൽക്കുക, അതൊന്നും ചെയ്താൽ പറ്റൂല. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും മറ്റ് കമ്പനികളെ ആകർഷിക്കാനായിട്ടുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തരത്തിലുള്ള ലൈസൻസുകൾ എടുക്കണമല്ലോ. അത് കംപ്ലീറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ്. കൈക്കൂലി എന്ന് പറയുന്ന സംഭവം അവിടെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് കമ്പനികൾ ആകർഷിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെസ്ല പോലും നിർമ്മാണ യൂണിറ്റ് ഇന്ത്യയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തെ കാത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. അതായത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കേണ്ട ഒരുപാട് വസ്തുക്കളുണ്ടാകുമല്ലോ. ഇപ്പോൾ നമ്മളെവിടെ നോക്കിയാലും മെയ്ഡ് ഇൻ ചൈന എന്ന് കാണുന്ന പോലെ തന്നെ അവിടെ മെയ്ഡ് ഇൻ ചൈന ഇഷ്ടം പോലെ ഉണ്ടാകും. പ്രധാനമായിട്ടും ഈ ടോയ്സും മറ്റ് വസ്ത്രങ്ങളോ കാര്യങ്ങളോ മാത്രമല്ല, സിലിക്കൺ ചിപ്പുകളും അതും ഇതും ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളും സർക്യൂട്ട് ബോർഡുകളും IC ബോർഡുകളും എല്ലാം തന്നെ ഈ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ വച്ചിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ. ഇതിനി വരാൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിലേക്കായിരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് ചൈനയിൽ നിന്നല്ലേ. ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വിഷുവല്ലേ, ചൈനീസ് പടക്കങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. അതായത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പടക്കത്തെക്കാളും വില കുറവാണ് ചൈനീസ് പടക്കങ്ങൾക്ക്. ഇതെങ്ങനെ സാധിച്ചു? അവരും മറ്റേ റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്തുകയാണ്. കംപ്ലീറ്റ് മെഷീൻ വെച്ചായിരിക്കും അവർ പടക്കങ്ങൾക്ക് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുന്ന് കയറ്റുമതി ചെയ്ത് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൊടുത്ത് പല ഇടനിലക്കാരിലൂടെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു കടയിലെത്തിയ ചൈനീസ് പടക്കങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പടക്കത്തെക്കാളും വിലക്കുറവെന്ന് പറയുമ്പോഴേക്കും എത്ര ചീപ്പായിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരുപാട് സാധനങ്ങൾ, പ്രധാനമായിട്ടും ടോയ്സ്, അതുപോലെ ചെറിയ ചെറിയ അലങ്കാര വസ്തുക്കളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വന്ന് ഫ്ലഡഡ് ആവും. അതായത് ആ ഒരു ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് വയ്ക്കുക. ആ കണ്ടെയ്നർ ഇനി അങ്ങോട്ട് വിടില്ല. അവർ മറിച്ച് എന്ത് ചെയ്യും? ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ജർമ്മനിയോ ഫ്രാൻസോ മറ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെ ചൈനീസ് പ്രൊഡക്റ്റുകൾ കാരണം ഫ്ലഡഡ് ആകുന്ന ഒരു സാഹചര്യം വരും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ചൈനയിൽ നിന്നുള്ള വസ്തുക്കളാൽ നമ്മളുടെ രാജ്യം ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയല്ലേ. അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പോകുന്ന എല്ലാ വസ്തുക്കളും അവർ ബിസിനസ് കളയത്തില്ല, മറിച്ച് അവർ ചെയ്യാൻ പോകുന്നത് അതേ സാധനങ്ങൾ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും പോകുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 90 ദിവസത്തേക്കുള്ള ഒരു ഹോൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈന ഒഴിച്ച്. 90 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇന്ത്യക്ക് 10 26 ആക്കുമെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് കണ്ടറിയാം. എന്തായാലും എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, കാനറ HSBC ലൈഫ് നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയുടെ തീയതി ഈ ഏപ്രിൽ 20 അവസാനിക്കും. അതായത് വെറും 10 ദിവസം കൂടി മാത്രം. ചെറിയൊരു നീക്കിയിരിപ്പൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്ത് കൂടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ നോക്കിയോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മിയൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.